സങ്കടം കേൾക്കാൻ ആരുമില്ലാത്തവണ്ട്, സങ്കടം കേട്ടാൻ ഏറ്റെടുത്തവരെ. മഹർ 2011 ശ്രമം ഏറ്റവും ഒരു ഉത്തമ ശ്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, അൻസാറുകൾ ഏറ്റെടുത്ത് മുഹാജിരീങ്ങള്, അത് അൻസാറിന്റെ ജോലി, അൻസാറുകളുടെ സ്വഭാവമാണ്. സ്വന്തം ഭാര്യമാരെ തലാഖ് ചൊല്ലി മറ്റൊരാൾക്ക് കൊടുത്തു. 2 ഭാര്യമാരുള്ളവരെ തലാഖ് ചൊല്ലിയിട്ട് ഒരു ഭാര്യ മുഹാദറായ സഹാബത്തിന് കൊടുത്തു. സ്വന്തം വീട്ടിലവർക്ക് ഇടപാട് കൊടുത്തു. പിന്നീട് അവരാരായി മാറി എന്നറിയോ? അവര് ലോകത്തിലെ ഏറ്റവും വലിയ സഹോദരങ്ങളായി മാറി. നാടും വീടുമില്ലാത്തവന് 2 കൈ നീട്ടി സ്വീകരിച്ചു അൻസാറുകൾ. അല്ലാഹുവിന്റെ റസൂൽ അൻസാറുകളെ വല്ലാതെ സ്നേഹിച്ചു പോയി, വല്ലാതെ സ്നേഹിച്ചു പോയി. സഹോദരങ്ങളെ, അൻസാറുകളാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളല്ലേ. റസൂലുള്ള പറഞ്ഞു, അൻസാറുകളെ, അൻസാറുകളെ, നിങ്ങൾ എന്റെ കുടുംബക്കാരാണ്, നിങ്ങൾ എന്റെ കുടുംബക്കാരാണ്. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ, ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മനാട് മക്കയല്ലേ, എന്നിട്ട് റസൂലുള്ള ഖബറടക്കാൻ തെരഞ്ഞെടുത്ത നാടേടാ അത് മദീനയല്ലേ, മദീനയല്ലേ, മദീനയല്ലേ. അല്ലാഹുവിന്റെ റസൂലിന് മക്കയോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. റസൂലുള്ള വഫാത്താകുമ്പോ മക്കാ നഗരം റസൂലുള്ളാഹിയുടെ കയ്യിലാണ്. എന്നിട്ട് റസൂലുള്ള സ്വന്തം നാട്ടിൽ തിരിച്ചു പോയില്ല. റസൂലുള്ളാഹിക്ക് മക്കയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി കണ്ടു. ചോദിച്ചു, എങ്ങോട്ടുള്ള വഴിയാ? നബിയേ, ഇത് മക്കയിലോട്ടുള്ള വഴിയാണ്. അവിടെ ഇരുന്ന റസൂലുള്ള പൊട്ടിക്കരഞ്ഞു, എന്റെ മക്ക, എന്റെ മക്ക, എന്റെ മക്ക, എന്റെ ജന്മനാട്ടിലോട്ടുള്ള വഴിയോ? ആ റോഡ് കണ്ടപ്പോൾ റസൂലുള്ള പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് മദീന തെരഞ്ഞെടുത്തതെന്താ? എന്നെ സഹായിച്ചവരല്ലേ, ആരുമില്ലാത്തപ്പോ 2 കൈ നീട്ടി സ്വീകരിച്ചവരല്ലേ, എന്നെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സഹായിച്ചവരെ റസൂലുള്ള വെറുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തുകൾ അവര് 2 പേരും ഒരുമിച്ച് ജീവിക്കുമ്പോ ആ സമയത്തൊരു സംഭവം ഉണ്ടായി. ചുരുക്കി പറയാം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു പരാതി വന്നു. യുദ്ധം ജയിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന് കിട്ടിയ സമ്പത്ത് വേണ്ടിയിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ മക്കക്കാരായ സഹാബത്തിന് കൂടുതൽ കൊടുക്കുന്നു, മദീനക്കാരായ അൻസാറുകൾക്ക് അത്രയും തരാറില്ല. എവിടെ ഉണ്ടാവൂല പ്രശ്നം? പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവും. പരസ്പര സ്നേഹമായി ഫുള്ള് പറയുന്ന സമയം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് വേണം പിരിയാൻ. മദീനയിൽ ഒരു വീട്ടിൽ മലക്കുകൾ ഇറങ്ങി. രാത്രി മഹാസംഭവം നടന്നു മദീനയിൽ. രാത്രിയിൽ ഒരു വീട് കാണാൻ വേണ്ടി കുറെ ആളുകൾ വന്നു. കേട്ടോളെ കേട്ടോളെ, ഞാൻ തമാശ പോലും ഒഴിവാക്കുകയാണ്. കാരണം വിഷയം അത്ര ഗൗരവമാണ്, വലിയ വിഷയമാണ്. എവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അൻസാറുകൾ തുടങ്ങിയില്ല. ഇനി അൻസാറുകളുടെ സ്വഭാവം പറയണം, അതിന് കിട്ടുന്ന 3 ഗുണം പറയണം. അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്, രണ്ടിടത്തുമുണ്ട്. ഇത് രണ്ടും പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഗുണം നിങ്ങൾ ഉച്ചരിക്കുന്നല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നും അല്ല. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ വരെ ഞാൻ പറയാം. ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണം ഖുർആൻ പറഞ്ഞാണ്, റസൂലുള്ളാഹി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നുമല്ല. റിസ്കിന് വിശാലത കിട്ടും, അല്ലെങ്കിൽ ആയുസ് വർദ്ധിക്കും, ഇതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതാണോ ആ ദുഃഖമുള്ള പറ്റത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതാ? പക്ഷെ അതാ നാളെ ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുഃഖമൊന്നുമല്ല. കാസർഗോഡ് ചൂട് വല്ലാത്ത ചൂട്, ഒരു വല്ലാത്ത ചൂടാണ്. കുളത്തിലെ വെള്ളം കുടിച്ചാലും ദാഹം തീരും. ഇടയിൽ പ്രശ്നമായി. അള്ളാന്റെ റസൂല് യുദ്ധം ചെയ്യുമ്പോൾ 2 കൂട്ടരും കൂടെ ദുആ ചെയ്തു. യുദ്ധം ചെയ്യും, സ്വന്തം വീട് വിട്ടുകൊടുത്തു, നാട് വിട്ടുകൊടുത്തു. ഇവിടെ നോക്കി, ഇവിടെ നോക്കി. അപ്പൊ സഹാബത്തിന്റെ ഇടയിൽ ഒരു കുശുകുശുപ്പ്. എന്താ കുശുകുശുപ്പ്? റസൂലുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ നാട് കൊടുത്ത്, വീട് കൊടുത്ത്, എല്ലാം കൊടുത്തു. എന്നിട്ട് റസൂലുള്ള യുദ്ധം ചെയ്തിട്ട് അവസാനം സ്വർണവും വെള്ളിയൊക്കെ കിട്ടും. അത് റസൂലുള്ളാഹിയുടെ കുടുംബക്കാരായ മക്കാരില്ല, അവരവിടെ നിന്ന് വന്നല്ലേ, കൂടെ വന്നവർക്ക് കൊടുക്കുന്നു. നമുക്ക് പലപ്പോഴും എന്തായിരുന്നു, കുറേശ്ശേ തരുന്നുള്ളൂ എന്ന് പരാതി വന്നു. ഈ പരാതി ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അൻസാറുകളുടെ പ്രതിഫലം കേട്ടോളി. ഇങ്ങോട്ട് പോകും. അൻസാറുകളുടെ പ്രതിഫലം കേട്ടോളി. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ജാബിർ ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാറുകളുടെ ഇടയിൽ വലിയ വിഷമമുണ്ട് നബിയെ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. അങ്ങ് മക്കക്കാർക്ക് കൂടുതൽ കൊടുക്കുന്നു, മദീനക്കാർക്ക് വളരെ കുറച്ച് കൊടുക്കുന്നുള്ളൂ എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി. കാരണം റസൂലുള്ള ഏറ്റവും സ്നേഹിച്ച നാട് അൻസാർ.
റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറുകളായ സഹാബാത്തിനോട് മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടാൻ പാടില്ല. റസൂലുള്ള മസ്ജിദ് നബവിയിൽ അൻസാറുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ നോക്കിയിട്ട് ഒരു പ്രസംഗം നടത്തി. അൻസാറുകളെ നോക്കിയിട്ട് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? ഒരു വല്ലാത്ത പ്രസംഗം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിൽ തൊട്ട പ്രസംഗം. അതായിരുന്നു അത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിൽ തൊട്ട പ്രസംഗമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. അൻസാറുകൾ മുഴുവനും പള്ളിയിൽ ഒരുമിച്ച് കൂടി. പൊതുയോഗം നടക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി. അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളുടെ സമൂഹമേ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾ പറയുന്നത് ന്യായമായ കാര്യങ്ങളല്ല. ഓ അൻസാറുകളെ, എന്നെ കുറിച്ച് നിങ്ങൾ അപവാദം പറയുന്നത് എന്തിനാ? ഞാൻ മക്കക്കാരോട് അമിതമായ സ്നേഹം കാണിക്കുന്നു. എന്റെ മദീനക്കാരെ, നിങ്ങൾക്കല്ലേ എന്നെ കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനമുണ്ടായത്. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ വല്ലാതെ ഇരുട്ടിന്റെ കൂട്ടിലിട്ടിലല്ലായിരുന്നല്ലോ. എന്നെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? തന്റെ മുമ്പിലിരിക്കുന്ന അൻസാറുകളോട് റസൂലുള്ള നടത്തിയ ഐതിഹാസികമായ പ്രഭാഷണമാണിത്. റസൂലുള്ള ചോദിച്ച, അൻസാറുകളെ, ഞാൻ വരുമ്പോൾ നിങ്ങൾ വഴികേടിലായിരുന്നില്ലേ? പരസ്പരം ജൂതന്മാരുടെ കൂടെ നിങ്ങൾ ജീവിച്ചവരായിരുന്നില്ലേ? അല്ലാഹു എന്നെ കൊണ്ട് നിങ്ങളെ ഹിദായത്തിലാക്കിയില്ലേ? നിങ്ങളെല്ലാവരും ഏറ്റവും വലിയ ദരിദ്രന്മാരായിരുന്നില്ലേ? ഞാൻ മദീനയിൽ കാലുകുത്തുന്നതിന് മുമ്പ് മദീനക്കാരെ, നിങ്ങൾ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നില്ലേ? അല്ലാഹു എന്നെ കൊണ്ട് നിങ്ങളെ സമ്പന്നന്മാരാക്കിയില്ലേ? പരസ്പരം വെട്ടിമരിച്ച ശത്രുക്കളായിരുന്നില്ലേ നിങ്ങൾ? ഔസും ഖസറജുമായിരുന്നില്ലേ നിങ്ങൾ? ഞാൻ വന്നപ്പോ നിങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ചിട്ട് അല്ലാഹു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്നില്ലേ? എന്നിട്ടെന്താ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ട് പ്രയോജനം കിട്ടിയത് നിങ്ങൾക്കല്ലേ? അൻസാറുകളെ, എന്തിനാ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണമല്ല ഐതിഹാസികമായ പ്രഭാഷണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണമാ. ആ സമയത്ത് അൻസാറുകൾ പറഞ്ഞു, നബിയേ, ഖാലു അല്ലാഹു വറസൂലുഹു അൻഹു വഅഫ്ളൽ. ഓ നബിയേ, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠൻ നബിയേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, ഓ അൻസാറുകളെ, അലാ തുജീബൂനനി യാ മഅ്ശറൽ അൻസാർ. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു മറുപടി എന്നോട് ചോദിക്കാത്തതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഞാൻ വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് സന്മാർഗം കിട്ടിയത്? ഞാൻ വന്നപ്പോഴല്ലേ നിങ്ങളുടെ ദാരിദ്ര്യം മാറിയത്? ഞാൻ വന്നപ്പോഴല്ലേ വൈരാഗ്യം മാറിയത്? ഇതൊക്കെ പറഞ്ഞിട്ട് അൻസാറുകൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്താ നിങ്ങൾ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്തതെന്താ? റസൂലുള്ള ചോദിച്ച് തിരിച്ചു പറയാനൊന്നുമില്ലേ? സഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഐതിഹാസിക പ്രഭാഷണം എന്താണ് നബി? അങ്ങയോട് ഞങ്ങൾ മറുപടി ചോദിക്കേണ്ടത്, ലില്ലാഹി വറസൂലുഹു വൽ മന്നു വൽ ഫദ്ലു. അല്ലാഹുവും റസൂലിനുമല്ലേ അനുഗ്രഹം ചൊരിയാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുകയാ, ഓ അൻസാറുകളെ, ഞാൻ പറഞ്ഞതിന്റെ മറുപടി നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിക്കാമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിന്റെ മറുപടി ഇങ്ങനെ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാമല്ലോ. ഏ നബിയേ, അങ്ങേ മക്കക്കാര് കളവാക്കിയപ്പോ അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നതല്ലേ? അങ്ങേ ഞങ്ങളെ സത്യമായി സ്വീകരിച്ചില്ലേ നബിയെ? അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാമല്ലോ എന്നോട്. അങ്ങേ കളവാക്കിയിട്ട് സ്വന്തം നാട്ടുകാര് ആട്ടിയോടിച്ചപ്പോ ഞങ്ങളല്ല നബിയെ അങ്ങേ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചത്. അങ്ങേ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചപ്പോ അങ്ങേ ഞങ്ങളല്ലേ നബിയെ സഹായിച്ചത്. അങ്ങേ നാട്ടുകാര് അവിടെ നിന്ന് ഒന്നുമില്ലാതെ ഇറക്കി വിട്ടപ്പോ അങ്ങേക്ക് കിടക്കാനൊരിടം
തന്നത് ഞങ്ങളല്ല നബിയേ. വായിരം ഓ നബിയേ, അങ്ങ് ആശ്രയമില്ലാതെ വന്നപ്പോ അങ്ങക്ക് ആശ്രയം തന്നത് ഞങ്ങളല്ല നബിയേ. നിങ്ങൾ എന്നോട് ചോദിക്കാത്തതെന്താ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം